സൗഖ്യമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മിശിഹായിലേറെ സ്നേഹമുള്ളവരെ, ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിലേക്ക് യേശുനാമത്തിൽ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമയം വചനം കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വചനം ഒരു വിത്തായി രൂപാന്തരപ്പെടട്ടെ, അതനേക ഫലങ്ങൾ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വിത്ത് വിതയ്ക്കപ്പെടുന്നത് പോലെ വചനം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടുവാൻ, അത് ഫലം ചൂടി, നൂറുമേനി ഫലം ചൂടി നമ്മുടെ ജീവിതം അനേകർക്ക് ഒരു അനുഗ്രഹമായി മാറ്റപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനം എൻ്റെ ഹൃദയത്തിൽ നൽകണമേ, വചനം സ്വീകരിക്കാനുള്ള മനസ്സ് നൽകണമേ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചിന്തകളാൽ എൻ്റെ ഉള്ളിൽ എതിർചിന്തകളുണ്ടെങ്കിൽ, മറുതലിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, യേശുവേ എൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി കൂട്ടായിരിക്കണമേ. ആമേൻ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ളവരെ, ഈ ആത്മീയ ഉണർവിൻ്റെ ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ ഒരു അഭിഷേകം ജീവിതത്തെ ആത്മീയമായി മെച്ചപ്പെടുത്താനുള്ള ഒരു കൃപയാണ്. ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു തിരുവചനം, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയാണെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് വ്യക്തികൾക്ക് എല്ലാ നിമിഷങ്ങളിലും അനുഗ്രഹമുണ്ടാവുന്നത്. ഇന്നലകളിൽ അനുഗ്രഹം നൽകുന്നത്, ഇന്നലെ അനുഗ്രഹം നൽകുന്നത്, നാളകളിൽ അനുഗ്രഹം നൽകുന്നത് യേശുവാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില മേഖലകളെ നമുക്ക് കാണിച്ചു തരികയാണ്. അനുഗ്രഹത്തിനുള്ള ചില മേഖലകൾ. അതിലൊരു മേഖല നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റായ തീരുമാനങ്ങളെ തിരുത്താനുള്ള ഒരു മേഖലയാണ്. നമ്മൾ ചില നിമിഷങ്ങളിലൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, ഒരു ജീവിതത്തിനൊരു റീവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ ആഗ്രഹിച്ചു പോകും, ജീവിതത്തിലൊരു റീവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് ഇന്നലകളിൽ പോയി ഒന്നും കൂടെ ചില കാര്യങ്ങളൊന്ന് ശരിപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? എന്നാൽ മനുഷ്യർക്കാർക്കും ഇന്നലകളിൽ പോയി വീണ്ടും കാര്യങ്ങൾ ശരിപ്പെടുത്താനാവില്ലല്ലോ. യേശുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം, യേശു ക്രിസ്തുവാണ് നിൻ്റെ റീവൈൻഡ് ബട്ടൺ. നിൻ്റെ ജീവിതത്തിൻ്റെ റീവൈൻഡ് ബട്ടൺ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തെ വീണ്ടും ക്രമീകരിക്കും. നഷ്ടപ്പെട്ടതെല്ലാം യേശു ക്രിസ്തു വീണ്ടും ക്രമീകരിച്ച് നമുക്ക് നൽകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരു സങ്കടകരമായ ഒരു അനുഭവം. അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടിയത് അബുദാബിയിൽ ധ്യാനത്തിനിടയ്ക്കാണ്. അബുദാബിയിൽ ധ്യാനത്തിനിടയ്ക്ക് കൗൺസിലിങ്ങിന് വന്ന ഒരു സഹോദരൻ, ഇദ്ദേഹം ഏങ്ങലടിച്ച് കരയുകയാണ്. അച്ഛാ, 36 വർഷം കഴിഞ്ഞു ഞാൻ ഈ മരുഭൂമിയിൽ വന്നിട്ട്. ഇദ്ദേഹം UAE-ലെത്തിയിട്ട് 36 വർഷത്തിലധികമായി. 36 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ
നമ്മുടെ ആദ്യകാലങ്ങളിൽ ഗൾഫിൽ പോയ ചിലരുടെ അത്രയും വർഷമുണ്ട്, 36 വർഷം, നീണ്ട വർഷങ്ങളായി. അപ്പോൾ 36 വർഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം ഒത്തിരി സമ്പാദിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, സഹോദര 36 വർഷമായില്ലേ, ഇനിയൊക്കെ നാട്ടിൽ പോയിട്ട് ശാന്തമായിട്ടൊക്കെ ജീവിച്ചുകൂടെ? അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ഭാര്യയും മക്കളൊക്കെ എവിടെയുണ്ട്? അവരെല്ലാവരും കേരളത്തിലാച്ച. ഞാൻ ചോദിച്ചു, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വാർത്തകൾ? നല്ല വീടും നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അദ്ദേഹം ഏങ്ങലടിച്ച് കരയുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു, അച്ഛാ, ഭാര്യയും മക്കളും വാടക വീട്ടിലാണ് കഴിയുന്നത്. ഞാൻ ചോദിച്ചു, വാടക വീട്ടിലോ? അതെന്താ അങ്ങനെ? 36 വർഷം ഈ ഗൾഫിൽ കിടന്ന് പണിയെടുത്തിട്ട് ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഭംഗിയുള്ളൊരു കാര്യമല്ലല്ലോ. അദ്ദേഹം വീണ്ടും എൻ്റെ മുമ്പിൽ ഒന്നും മിണ്ടാതെ കുറേ നേരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് സങ്കടം വന്നിട്ട് വയ്യ. കാരണം നല്ല പ്രായമുള്ളൊരു മനുഷ്യൻ, ഇത്രയധികം കരച്ചിൽ, 36 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു, വീട്ടിലുള്ളവർ കടബാധ്യതയിലാണ്, വാടക വീട്ടിലാണ്. ഏങ്ങലടിച്ച് കരച്ചിലിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, എനിക്ക് പറ്റിയ ഒരു തെറ്റാണ്, എനിക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക അച്ഛാ. അദ്ദേഹം ഗൾഫ് നാട്ടിൽ ജോലിക്ക് വന്നു, ഭാര്യയും മക്കളും നാട്ടിൽ. ഇദ്ദേഹം ഈ ഗൾഫിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നല്ല ശമ്പളത്തോടുകൂടി ഇങ്ങനെ ജീവിതമൊക്കെ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു അടുപ്പമുണ്ടായി. ഈ അടുപ്പം വളർന്ന് അതിച്ചിരി മോശം അടുപ്പായിട്ട് മാറി. പിന്നീട് ആ പെണ്ണാണ് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. വർഷം കുറേ കഴിഞ്ഞു, ഇപ്പോഴും ആ പെണ്ണാണ് ഇദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്. ആ സ്ത്രീ കല്യാണം കഴിച്ചു, ആ സ്ത്രീക്ക് വേറൊരു കുടുംബമുണ്ട്. പക്ഷേ എങ്കിലും ഈ മനുഷ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ സ്ത്രീ ജീവിക്കുന്നു. ഇദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നല്ലൊരു ശതമാനം പോകുന്നത് ആ പെണ്ണാണ് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 36 വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പറ്റിയ ഒരു തെറ്റ്, തിരുത്തപ്പെടാൻ പറ്റാത്ത വിധത്തിൽ എനിക്ക് പറ്റിയൊരു തെറ്റ്, അന്നെനിക്ക് സംഭവിച്ചത് ആ വികാരപരമായ ചില തെറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചച്ച. പ്രിയപ്പെട്ടവരെ, സങ്കടം വന്നിട്ട് വയ്യ. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ ചില മേഖലകളിൽ വികാരങ്ങൾ കടിമപ്പെട്ടതുകൊണ്ട് സങ്കടം വന്നൊരു മനുഷ്യൻ, ജീവിതത്തിൽ മുഴുവൻ കരയേണ്ടി വരുന്ന മനുഷ്യൻ. നാട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും ഇതൊന്നും അറിയത്തില്ല. അവരോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജോലിക്ക് കഷ്ടപ്പാടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഇദ്ദേഹത്തിന് ഇപ്പോഴും ശമ്പളം നല്ല രീതിയിലുണ്ട്, പക്ഷേ കിട്ടുന്നതൊന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് വരുന്നില്ല, അത് വേറെ വഴിക്കാണ് പോകുന്നത്. ഇന്നലകളിൽ സംഭവിച്ച ഈ ഒരു തെറ്റായ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇദ്ദേഹം ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചു, അച്ഛാ, എനിക്കൊന്ന് എൻ്റെ ഇന്നലകളിൽ പോയിട്ട് ഒന്നും കൂടെ തിരുത്താൻ ഒരവസരമുണ്ടായിരുന്നെങ്കിൽ, ജീവിതത്തിന് ഒരു റീവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, പലരും ജീവിതത്തിൽ അപ്രകാരം ഒരു ചിന്ത നിലനിൽക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഇന്നലകളിൽ പറ്റിയ കാര്യങ്ങളെ അല്പം കൂടെ ശരിയാക്കാനുള്ള ഒരാഗ്രഹം. വചനം പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിന് മാത്രമേ ഇന്നലകളിൽ സംഭവിച്ച നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള കൃപയുള്ളൂ. നമുക്കാർക്കും ആ കാര്യങ്ങളെ വീണ്ടും തിരുത്താനുള്ള ഒരു സാധ്യതകളുമില്ല. ഇന്നലകളിൽ സംഭവിച്ച വികാരങ്ങൾ കടിമപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് തമ്പുരാൻ്റെ മുമ്പിൽ കരയുക, പ്രാർത്ഥിക്കുക, യേശുവേ, ആ മേഖലകൾ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ബൈബിൾ പരിശോധിച്ച് നോക്കുക. ബൈബിളിലുടനീളം നമ്മൾ കണ്ടുമുട്ടുന്നൊരു സത്യമുണ്ട്. ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങളിൽ ദുഃഖിക്കുന്ന വ്യക്തികൾ തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞ് അവർ മാപ്പ് ചോദിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് മാപ്പ് ചോദിച്ച ഓരോ വ്യക്തിയും അനുഗ്രഹം പ്രാപിച്ചു. സങ്കീർത്തന പുസ്തകം തന്നെ അതിന് ഏറ്റവും വലിയ തെളിവല്ലേ. ദാവീദെന്ന് പറയുന്ന രാജാവ് തൻ്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റിനെ ഓർത്തുകൊണ്ട് വിലപിച്ചെഴുതിയതല്ലേ സങ്കീർത്തനം. വളരെ പ്രത്യേകമായിട്ട് സങ്കീർത്തനം 51, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലവിളിച്ചു.
പത്രോസിനെ എങ്ങനെ നമ്മൾ മറക്കും? ഒരു പീറ പെണ്ണിൻ്റെ മുമ്പിൽ ഇവനെ ഞാൻ അറിയില്ല 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 എന്ന് 3 തവണ തള്ളിപ്പറഞ്ഞവൻ, പിന്നീട് അദ്ദേഹം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞെന്നാണ് പറയുക. അതുമാത്രമല്ല, പാരമ്പര്യമായിട്ട് ചില പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കരഞ്ഞ് കരഞ്ഞ് പത്രോസിന് 2 കണ്ണുനീർ ചാലുകൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്രേ. അവൻ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇന്നലകളിൽ സംഭവിച്ച അവൻ്റെ വികാരപരമായ തെറ്റിനെ ഓർത്തുകൊണ്ട് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചു. ഒരു കാര്യം നമുക്കറിയാം, ആരെല്ലാം വികാരങ്ങൾ കടിമപ്പെടുന്നുവോ അവരെല്ലാവരും ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരും. വികാരങ്ങൾ കടിമപ്പെടുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൻ്റെ പല വഴികൾ ദുഃഖിക്കേണ്ടി വരും. ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിലെ ഏസാവ് തന്നെയല്ലേ? അനുഗ്രഹം അവകാശമായി സ്വന്തമായിട്ടുണ്ടായിരുന്നവനാണ് ഏസാവ്. എന്നാൽ 1 കപ്പ് പായസത്തിനു വേണ്ടി അവൻ്റെ അനുഗ്രഹം മുഴുവൻ സഹോദരന് വിറ്റു. വിശുദ്ധ കുർബാനയിലും മറ്റു പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന്. സത്യത്തിൽ ആരുടെ പേരാ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? ഏസാവിൻ്റെ പേരാ. കാരണം അവനാണ് അവകാശം സ്വന്തമായിട്ടുള്ളവൻ. എന്നാൽ അവൻ്റെ അവകാശം 1 കപ്പ് പായസം എന്ന് പറയുന്ന വിശപ്പിൻ്റെ വികാരത്തിൻ്റെ മുമ്പിൽ അവനത് വിറ്റു. പ്രിയപ്പെട്ടവരെ, വികാരങ്ങൾ കടിമപ്പെടുന്നവൻ ജീവിതത്തിൽ കരയേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെ ഒരു മനോഹരമായ തിരുവചനം പഠിപ്പിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 16-ാം തിരുവചനം. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്, ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. വചനം പറയുന്നത് വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. അതിങ്ങനെ കത്തിപ്പടരും. അത് ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നത് വരെ അതടങ്ങുകയില്ല. വികാരത്തിന് ആരെല്ലാം അടിമപ്പെടുന്നുവോ അവരെല്ലാവരും ജീവിതത്തിൽ കരയേണ്ടി വരും. അതൊരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നലകളിലെ തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മുടെ പല തീരുമാനങ്ങളും തെറ്റായിപ്പോയത് എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചതുകൊണ്ട്, ചില കാര്യങ്ങൾ കുഴപ്പമല്ല എന്ന് കരുതിയതുകൊണ്ട്, ചില ജീവിത കാര്യങ്ങളിൽ നമ്മൾ ചില വികാരങ്ങൾ കടിമപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് നമ്മൾ പല കാര്യങ്ങളിലും കരയേണ്ടി വരുന്നത്. ഇന്നത്തെ നമ്മുടെ സങ്കടത്തിന് കാരണം ഇന്നലകളിലെ ചില വൈകാരികപരമായ കാര്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടച്ചതുകൊണ്ടാണ്. അങ്ങനെ ആരെല്ലാം കണ്ണടയ്ക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ പിന്നീട് സങ്കടമുണ്ടാകും. അവർ കരയേണ്ടി വരും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്ന ഓരോരുത്തരും പിന്നീട് ജീവിതത്തിൽ കരയേണ്ടി വരും. അത് വികാരങ്ങൾക്ക് അടിമപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് കരയേണ്ടി വരും. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കുടുംബം കഴിഞ്ഞ നാളുകൾ വികാരിയച്ഛനെ കാണാൻ ചെന്ന് വികാരിയച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കൊരു വീട് വരെ പോകാം. ഞാനും വികാരിയച്ഛനും കൂടെ നടന്ന വീട്ടിലെത്തിയപ്പോൾ കുടുംബനാഥ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, ഒന്ന് വീടിൻ്റെ പുറകു വശത്ത് ഒന്ന് വന്ന് കാണണം. ഞങ്ങൾ ചെന്നു. വികാരിയച്ഛന് കാര്യം അറിയാവുന്നത് കൊണ്ടാണ് ഞാനും കൂടെ ചെന്നത്. ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, വീടിന് പുറകുവശത്തുള്ള ഒരു സ്ഥലം, അവിടെ മുഴുവൻ വാഴക്കൃഷി നടത്തുന്ന സ്ഥലമാണ്. വാഴക്കൃഷി ഏകദേശം 1 ഏക്കർ സ്ഥലത്ത് അവിടുത്തെ കുടുംബനാഥൻ വാഴക്കൃഷി നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ചങ്ക് കലങ്ങിയ കാഴ്ചയായിരുന്നു. കാരണം എന്തെന്നറിയോ? കൊലയ്ക്കാറായ വാഴകൾ, 1 ഏക്കർ കൊലയ്ക്കാറായ വാഴകൾ മുഴുവൻ ആരോ വെട്ടി നുറുക്കിയിട്ടിരിക്കുന്നു. കൊലയ്ക്കാറായ വാഴ മുഴുവൻ വെട്ടി നുറുക്കിയിട്ടിരിക്കുന്നു. നമുക്ക് സങ്കടം, ദേഷ്യം. ഞാൻ ചോദിച്ചു, ഏത് സാമൂഹ്യദ്രോഹികളാണിത് ചെയ്തത്? അവരെ കണ്ടുപിടിക്കണം, അത് ശരിയാക്കണം. ഏത് സാമൂഹ്യദ്രോഹികളാണ്? ഇത് രാഷ്ട്രീയക്കാരാണോ? ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇതിൽ നമുക്ക് ഇടപെടണം. അപ്പോൾ വീട്ടമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, പുറത്തുള്ള സാമൂഹ്യദ്രോഹികളൊന്നുമല്ല, വീടിനകത്തുള്ള സാമൂഹ്യദ്രോഹിയാണ്. ഞാൻ ചോദിച്ചു, അതാരാണ്? അപ്പോൾ വീട്ടമ്മ പറഞ്ഞു, ദേ അവിടെ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ കുടുംബനാഥൻ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് ദൂരേക്ക് നോക്കി സങ്കടത്തിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്തു പറ്റി? അച്ഛാ, ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം കാണിച്ചതാണ് ആ കാണുന്നത് മുഴുവൻ. പ്രിയപ്പെട്ടവരെ, തലേദിവസം എന്തോ കാര്യത്തിന് വീട്ടിൽ ഭയങ്കര
വഴക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയ്ക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് കുടുംബനാഥനൊരാഗ്രഹം. പക്ഷേ ഭാര്യയ്ക്കിട്ട് പൊട്ടിക്കാൻ പറ്റില്ല. കാരണം ഭാര്യയ്ക്ക് ഇദ്ദേഹത്തെക്കാൾ ആരോഗ്യമുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് അരിശം വന്നു കഴിഞ്ഞപ്പോൾ, ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ, ഈ ദേഷ്യം അരിശമൊക്കെ എവിടെയെങ്കിലും തീർക്കണമല്ലോ എന്ന് കരുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു വാക്കത്തി, അവിടെ കിടന്ന കത്തിയാണ്, അരിവാൾ. അത് ചാടിയെടുത്ത് അതും കൊണ്ട് നേരെ പറമ്പിലോട്ട് ചെന്ന് കൊലക്കാറായ വാഴകളെല്ലാം താണ്ടും മൂണ്ടും വെട്ടിയിട്ടു. വാഴകളെല്ലാം വെട്ടിയിട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വാഴത്തോട്ടം ഇദ്ദേഹം തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പണം കൊണ്ട് വാഴത്തോട്ടം ഉണ്ടാക്കി. എല്ലാ ദിവസവും വാഴയ്ക്ക് വെള്ളമൊഴിക്കും. വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, വാഴ കൊലച്ചിട്ട് കിട്ടുന്ന ഫലം കൊണ്ട് വേണം ബാങ്കിലെ പണമടയ്ക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ ഒറ്റ രാത്രിയിലെ കടുത്ത തീരുമാനം കൊണ്ട് എല്ലാ വാഴകളും അതാ ഇദ്ദേഹം അരിഞ്ഞു വീഴ്ത്തിക്കളഞ്ഞു. സാമൂഹ്യ ദ്രോഹി. പ്രിയപ്പെട്ടവരെ, വികാരമുള്ളിൽ വന്നു കഴിഞ്ഞാൽ, കോപമെന്ന് പറയുന്ന വികാരമുള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ജ്വലിക്കാൻ തുടങ്ങി. പിന്നീട് ഈ ദേഷ്യവും കോപവും എവിടെയെങ്കിലും കൊണ്ട് തീർക്കണമല്ലോ എന്നോർത്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പരാക്രമമായിരുന്നു, ഇതെനിക്കും നിനക്കും സംഭവിക്കാം, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, വികാരങ്ങൾ കടിമപ്പെടുന്നവൻ ജീവിതത്തിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കൃപ. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാം. യേശുക്രിസ്തു പ്രലോഭനങ്ങളെ അതിജീവിച്ചുവെന്നാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്താണ് പ്രലോഭനങ്ങൾ? വികാരങ്ങളുടെ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള സാധ്യതകളാണ്. വിശപ്പിൻ്റെ വികാരത്തെ, അധികാരത്തിൻ്റെ വികാരത്തെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ആണെന്ന് കാണിക്കാനുള്ള വികാരങ്ങളെ യേശുക്രിസ്തു തടഞ്ഞു നിർത്തി. പ്രിയപ്പെട്ടവരെ, സാത്താൻ വ്യക്തിജീവിതങ്ങളിൽ ഇപ്രകാരമുള്ള നെഗറ്റീവ് വികാരങ്ങൾ കൊണ്ട് കൊടുത്ത് അവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാത്മീയ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ ഇവൻ്റെ ഈ പ്രലോഭനങ്ങളുടെ മുമ്പിൽ വീഴേണ്ടവനല്ല, എനിക്ക് ഇതിനൊക്കെ അപ്പുറം ഒരു വലിയ ദൗത്യമുണ്ടെന്ന് യേശുവിൻ്റെ ഉള്ളിൽ ബോധ്യമുണ്ടായിരുന്നു. ഈ ഉള്ളിൽ ബോധ്യമുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ്റെ മുമ്പിൽ പ്രലോഭനങ്ങൾ അതിജീവിക്കാനുള്ള കരുത്തവനുണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയമായ ബോധ്യങ്ങളുണ്ടെങ്കിൽ വികാരങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. വികാരങ്ങളെ മറികടക്കണമെങ്കിൽ, വൈകാരിക മേഖലകൾ പക്വത പ്രാപിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ആദ്യത്തെ മേഖല ഞാൻ ആരാണെന്നുള്ള അറിവാണ്. യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ അറിവ് ഉണ്ടായിരുന്നു. ഞാനൊരു സാധാരണക്കാരനല്ല, ഞാൻ ദൈവപുത്രനാണ്. ഈ പൈശാചിക പ്രവൃത്തിയുടെ മുമ്പിൽ തളർന്നു പോകേണ്ടവനല്ല ഞാൻ. ഈ ഒരു മേഖലയെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? അവന് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഏതെല്ലാമൊക്കെ മേഖലകളിലാണാവോ വികാരങ്ങൾ നമ്മളെ പിടികൂടുന്നത്, ആ മേഖലകൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ആത്മീയമായ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ഈ ജീവജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ ജീവിക്കുന്നത് അവയുടെ വാസനയ്ക്കും തോന്നലുകൾക്കും അനുസരിച്ചാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഒരു പട്ടിയുടെ മുമ്പിൽ ഒരു എല്ലിൻ കഷണം കിട്ടിക്കഴിഞ്ഞാൽ പട്ടി കടിക്കും എന്നുള്ളത് പട്ടിയുടെ ഉള്ളിലുള്ള ഒരു വാസനയാണ്. അല്ലാതെ പട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല, നോമ്പ് കാലമാണല്ലോ, നോമ്പ് കാലം കഴിഞ്ഞിട്ട് ഞാൻ ഈ എല്ല് കടിക്കാം, അല്ലെങ്കിൽ ഈ എല്ല് കൊണ്ടുവന്നിരിക്കുന്നത് ആരുടെയാണെന്ന് നോക്കിയിട്ട് കടിക്കാം, അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. ഒരു പൂച്ചയുടെ മുമ്പിലൂടെ ഒരു എലി കടന്നു പോകുമ്പോൾ പൂച്ച ആ എലിയുടെ പുറകെ ഓടും. അത് പൂച്ചയുടെ ഉള്ളിലുള്ള വാസനയാണ്. ആന കരിമ്പങ്കാട് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറും. കാരണം അവൻ്റെ ഉള്ളിലുള്ള, ആനയുടെ ഉള്ളിലുള്ള വാസനയാണ്. അല്ലാതെ ആന ചിന്തിക്കില്ല ഈ കരിമ്പങ്കാട് എൻ്റെ മുതലാളിയുടെയാണോ അയൽവാസിയുടെയാണോ എന്നൊന്നും ചിന്തിക്കില്ല. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് അവയ്ക്ക് ഇല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ വികാരങ്ങൾക്കനുസരിച്ചോ തോന്നലുകൾക്കനുസരിച്ചോ ജീവിക്കാനല്ല, മറിച്ച് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മീയമായ അറിവോടും ബോധത്തോടും ജ്ഞാനത്തോടും കൂടെ ജീവിക്കാനാണ്. ഈ ജ്ഞാനവും ബോധ്യവും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വികാരങ്ങൾക്കടിമപ്പെട്ട് തെറ്റുകളിലേക്ക് പോകുന്നത്, പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നത്. വികാരങ്ങൾക്കടിമപ്പെടുന്നവൻ ആളുന്ന തീ പോലെയാണ്, അത് ജീവിതം മുഴുവൻ നശിപ്പിക്കും.
ജീവിതം മുഴുവൻ നശിപ്പിക്കും. ഈ അടുത്ത നാളുകളിൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ അപ്പനും അമ്മയും കൂടെ മകളെ കൊണ്ടുവന്നു. കല്യാണപ്രായമായി. ഇവരുടെ വീട്ടുകാർ കൊണ്ടുവരുന്ന കല്യാണങ്ങളൊന്നും സമ്മതിക്കുന്നില്ല. ഇവൾക്ക് വേറൊരു പ്രേമമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പനും അമ്മയും കൂടെ പഠിച്ച പണി 18 പയറ്റി ഇവളുടെ ഇപ്പോഴുള്ള ഈ പ്രേമത്തിൽ നിന്ന് മാറ്റാൻ അവൾ സമ്മതിക്കുന്നില്ല. മറ്റൊരു മതത്തിൽപ്പെട്ട ആ ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ ഇവൾ പിടിവാശിയിലാണ്. ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവളൊന്ന് ഉപദേശിക്കുക. ഞാനും എൻ്റെ അറിയാവുന്ന ഭാഷയിലൊക്കെ ഉപദേശങ്ങൾ പലതും നടത്തി. അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ അവനെ കല്യാണം കഴിക്കും, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ അവനെ കല്യാണം കഴിക്കുകയുള്ളൂ, അവനെ മതി എന്നാണ് അവളുടെ തീരുമാനം, അവനെ മതി. അപ്പോൾ അപ്പനോടും അമ്മയോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ആ ചെറുക്കൻ ശരിയല്ല, ആ ചെറുക്കൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ്റെ കുടുംബം ശരിയല്ല, ഇവൾക്ക് പറ്റിയതല്ല. ആ ചെറുക്കൻ്റെ നോട്ടം മുഴുവൻ ഇവളുടെ പണത്തിലാണ് അച്ഛാ. ഇവൾക്ക് ജോലിയുണ്ട് ഇപ്പം, ആ പണത്തിലാണ് അവൻ്റെ ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കും. ഞാൻ അവളോട് പറഞ്ഞു, എടി ഇത് നല്ലതല്ല. നിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഇത് പറഞ്ഞല്ലോ, അവർ നല്ലതല്ലെന്നാണ് പറഞ്ഞത്. നിന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് നല്ലതല്ലെന്ന്. അവൾ പറഞ്ഞു, പറ്റില്ല, എനിക്കിഷ്ടമാണ് ആ ചെറുക്കനെ, എനിക്ക് അവനെ മതി. ഞാൻ പറഞ്ഞു, നീ കുഴിയിലോട്ടാണ് കാല് ചവിട്ടാൻ പോകുന്നത്. നീ ചവിട്ടാൻ പോകുന്ന കുഴിയിലോട്ടാണെന്നുള്ളത് പറഞ്ഞു. ഇനി നീ ചവിട്ടിക്കഴിഞ്ഞാൽ കുഴിയിൽ വീഴും, അത്രേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കുഴിയിൽ വീണാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞു, സാരമില്ല, കുഴിയിലല്ലേ ഞാനും ആ ചെറുക്കനും അല്ലേ, ഞങ്ങളവിടെ ജീവിച്ചോളാം, ഞങ്ങളവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാം, കുഴിയിൽ ജീവിച്ചോളാം. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം വാശി പിടിച്ചിരിക്കുക. അവൾ പറയുന്നത് അവളുടെ ഇഷ്ടമാണ്. അവളിങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, എടി ഇത് നിൻ്റെ ഉള്ളിലുണ്ടാവുന്നൊരു വികാരപരമായ കാര്യമാണ്. നീ നിന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിന് ഇഷ്ടമാണോ ഈ ബന്ധം? അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത്രയും നാളും ഞാൻ ആ ചെറുക്കനെ സ്നേഹിച്ചത് അതിൻ്റെ അർത്ഥം ദൈവം എനിക്ക് സ്നേഹിക്കാൻ കൃപ തന്നതുകൊണ്ടല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇത് ഇഷ്ടമാണ്. ഇവൾ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയല്ല, ഇവൾ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ഇവളുടെ ഇഷ്ടത്തെ ക്രമീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു, നീ ഒരു ധ്യാനത്തിൽ കൂട്, എന്നിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, അവസാനം പോകാൻ നേരത്ത് അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അപ്പനോടും അമ്മയോടും പറയണ്ട കേട്ടോ, ഞാൻ 3-4 ദിവസം കഴിയുമ്പോൾ ആ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടും. ഞാൻ പറഞ്ഞു, ചെയ്യരുത്. അവൾ പറഞ്ഞു, ഓരോ ജീവിതമല്ലേ ഉള്ളൂ, ഞാൻ ആ ചെറുക്കൻ്റെ കൂട്ടത്തിൽ ആഘോഷമായിട്ട് ജീവിക്കും, ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പറയാവുന്നത് മുഴുവൻ പറഞ്ഞു, സമ്മതിച്ചില്ല. അവസാനം അവർ പോയി കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഇവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ ചെയ്തു. അവൾ ആ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി. അപ്പനും അമ്മയ്ക്കും ഭയങ്കര സങ്കടം. എന്തു ചെയ്യും? നാണക്കേടായി, അവരുടെ സൊസൈറ്റിയിൽ നിൽക്കാൻ പറ്റാത്ത വിധം നാണക്കേടായി, പെണ്ണൊളിച്ചോടി. എന്നാൽ 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പോയ പെണ്ണ് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് വന്നു. പോയപ്പോൾ കൊണ്ടുപോയത് സ്വർണം മുഴുവൻ കൊണ്ടുപോയി, അതെല്ലാം ആ ചെറുക്കനെടുത്തു. ശരീരം മുഴുവൻ പരിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ആ ചെറുക്കൻ ശരിക്കും ഉപയോഗിച്ചു. അവസാനം ഒരു കറിവേപ്പില പോലെയാക്കി ഇട്ട് കഴിഞ്ഞിരിക്കുക. ഇപ്പം ഇവൾ വീട്ടിൽ വന്നിരുന്നിട്ട് സങ്കടത്തോടെ ഇരിപ്പുണ്ട്, സങ്കടത്തോടെ പുറത്തിറങ്ങത്തില്ല. നാട്ടുകാർ ചോദിക്കും, നാണക്കേട് മാനക്കേട്, ഇനി എന്തു ചെയ്യും? കുഴിയിൽ കിടന്നിട്ട് ചെറുക്കൻ്റെ കൂട്ടത്തിൽ ആനന്ദിക്കുമെന്ന് പറഞ്ഞ പെണ്ണ ഇപ്പം എന്തായി? അവരുടെ ജീവിതം ആകപ്പാടെ നിരാശയും ദുഃഖവും. പ്രിയപ്പെട്ടവരെ, ആര് വരുത്തി വെച്ചു? വികാരങ്ങൾ കടിമപ്പെടുന്ന വ്യക്തികൾ ജീവിതത്തെ നശിപ്പിക്കും, സങ്കടപ്പെടേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങളിലൊക്കെ നമുക്കും തോന്നിയിട്ടില്ലേ, ഇന്നലകളിലെ കാര്യങ്ങളെ പോയി റീവൈൻഡ് അടിച്ചൊന്ന് ക്രമീകരിച്ചിരുന്നെങ്കിലെന്ന്. ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങളെ ദുഃഖിക്കുന്നവരല്ലേ നമ്മിൽ പലരും. ഇന്ന് യേശു നിന്നോടും എന്നോടും പറയുന്നു, സാരമില്ല, ഞാൻ ക്രമീകരിക്കാം. സങ്കീർത്തകനായ ദാവീദ് കരഞ്ഞതുപോലെ നമുക്കും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മാപ്പ് ചോദിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും മാപ്പ്. ദൈവമേ, എന്നെ വീണ്ടും വിശുദ്ധീകരിക്കണമേ, പണിതുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 8-ാം തിരുവചനം. നിനക്കും എനിക്കുമുള്ള സന്ദേശമാണ്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരേ ആൾ തന്നെയാണ്. ആ യേശു നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ.
പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു